ചികിത്സിക്കാനാണോ, അതല്ല ഓമലും ചെയ്യാൻ വേണ്ടിയാണോ? അത് പിന്നെ ചോദിക്കുന്ന അങ്ങനെ വിളിക്കുന്ന ആളെ കിട്ടിയാൽ നമുക്ക് അയാളോട് ചോദിക്കാം. സാധാരണഗതിയിൽ ഒരാളെ ജിന്നെ സഹായിക്കണേ വിളിക്കുമ്പോൾ ഈ പറഞ്ഞതെല്ലാം വരും. ഇന്നേ വരെ നമ്മളൊരാൾ അങ്ങനെ വിളിക്കുന്ന ആളെ കിട്ടിയിട്ടില്ല. കിട്ടുകയാണെങ്കിൽ അയാളോട് ചോദിക്കാം, എന്റെ സുഹൃത്ത് നീ വിളിക്കാൻ കാരണം. അപ്പൊ ചിലപ്പോ ഓൻ പറയും, ഞാൻ പറഞ്ഞ ജിന്നിനെ പരിഹസിക്കാൻ വിളിച്ചതാണ്, പിന്നെ മൂസക്കും തർക്കമില്ല, ഓൻ പോണേക്ക് പോട്ടെ നിൽക്കാം. ചിലപ്പോൾ മനസ്സിലാകും ഓൻ തലക്ക് സുഖമില്ലാത്ത ആളാണ്, അപ്പോഴും നമ്മൾ ഓനെ കാര്യത്തിൽ പ്രശ്നമാക്കേണ്ട കാര്യമില്ല. അപ്പൊ ഇന്നേ വരെ അങ്ങനെ വിളിക്കുന്ന ഒരാളെ ഞങ്ങളാരും കണ്ടിട്ടില്ല. ഒരു വിശ്വാസവും ഇല്ലാതെ, ഒരു അബൗദികം കൽപ്പിക്കാതെ, ഒരു ദുആയും ഇല്ലാതെ വെറുതെ ഇങ്ങനെ നടക്കുമ്പോഴൊക്കെ ജിന്നെ വിളിക്കുന്ന ഏർപ്പാട് നമ്മളാരും കണ്ടിട്ടില്ല. അപ്പൊ അങ്ങനെ വല്ലവരും ഉണ്ടെങ്കിൽ ഓനോട് ചോദിക്കുക, സുഹൃത്ത് എന്താ ഏത് അടിസ്ഥാനത്തിലാണ് ചോദിച്ചത്? അപ്പൊ ഓൻ നമുക്ക് വിധി പറയാം. ഓൻ തലക്ക് സുഖമില്ലെങ്കിൽ മത നിയമങ്ങൾ ഓന് ബാധകമല്ല. ആളെ കുതിരാക്കാൻ വിളിച്ചതാണെങ്കിൽ മനുഷ്യനോടാണെങ്കിൽ ചിലപ്പോൾ ഒന്നും കിട്ടുമോ ഇതൊക്കെ. ജിന്നാകുമ്പോൾ ചിലപ്പോൾ ഓൻ ചിലപ്പോൾ കേട്ട പോലെ പോയിക്കൂടായില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരുത്തൻ ചോദിക്കുന്ന ഒരാൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഓനോട് ഞാൻ പറയേണ്ട ആവശ്യമുള്ളൂ. നമ്മൾ സങ്കല്പിച്ചുണ്ടാക്കിയിട്ട് എവിടെയെങ്കിലും അത് ചോദിക്കുകയാണെങ്കിൽ, വിളിക്കുകയാണെങ്കിൽ, ഇതൊന്നും ഇല്ലെങ്കിൽ എന്തിനത്ര ഇടങ്ങാതെ നമുക്ക് ഉണ്ടാക്കണത്? സാധാരണഗതിയിൽ ഒരു ജിന്നെ സഹായിക്കുന്ന ഒരുത്തൻ പറയുമ്പോൾ ഓൻ്റെ ഉള്ളിൽ ഇതെല്ലാം വരും, ഈ വിശ്വാസമൊക്കെ വരും, ഇല്ലാത്ത ചോദ്യം ഉണ്ടാവില്ല. നിങ്ങൾ ഇനി അതായത് ഒരു മനുഷ്യനോട് ചോദിക്കുമ്പോഴും, ഒരു മനുഷ്യൻ, ഞാൻ ഇപ്പൊ മൂസനെടുത്ത് വരിക, എനിക്ക് 14 ഇപ്പൊ വായ്പാണ്, ഇതിന് വരുമ്പോഴും എൻ്റെ ഉള്ളിൽ വിശ്വാസം ഉണ്ടല്ലോ, മൂസ തരാതെക്കൂല, അത് പരിഗണിക്കാതിരിക്കില്ല എന്നൊരു വിശ്വാസം ഉണ്ടായിട്ടല്ലേ വരുന്നത്. അല്ല വെറുതെ ആളെ കുതിരാക്കാൻ വേണ്ടി വരികയാണെങ്കിലോ എന്താ മോലെ നിങ്ങൾ ആളെ കളിയാക്കാതെ ചോദിക്കുള്ളൂ. അപ്പൊ സാധാരണഗതിയിൽ ജിന്നെ സഹായിക്കണമെന്ന് ഒരാൾ കുടുങ്ങുമ്പോൾ പറയുന്നുണ്ടെങ്കിൽ, നീ ഇരുട്ടത്ത് തപ്പണമെന്നില്ല, പകൽ വെളിച്ചത്തിലായാലും ഒരുത്തൻ പറയുന്നുണ്ടെങ്കിൽ ഓൻ്റെ ഉള്ളിൽ ജിന്നിനെ കുറിച്ചുള്ള ഒരു ധാരണ, വിശ്വാസം ഉണ്ട്. ഞാൻ വിളിച്ചാൽ വരും, ഞാൻ വിളിച്ചാൽ കിട്ടും, ഞാൻ വിളിച്ചാൽ സഹായിക്കും, ഞാൻ വിളിച്ചോടത്ത് വരെത്തും എന്ന വിശ്വാസം ഉണ്ട്. അവിടെ ശിർക്ക് വന്നു. അതൊന്നുമില്ല, അങ്ങനത്തെ ഒരു ഇതുമില്ല, അങ്ങനെ ആൾ വിളിക്കൂല, അങ്ങനെ ചോദ്യം ഉണ്ടാവില്ല. ഇനി അതൊന്നുമില്ല എന്നാലും ചോദിക്കാൻ പാടില്ല. അതൊന്നുമില്ലെങ്കിലും ജിന്നിനെ കളിയാക്കാൻ വേണ്ടി ആണെങ്കിൽ പോലും ചോദിക്കാൻ പാടില്ല. കാരണം വല്ല ചോദ്യം ചോദിച്ച് കിട്ടാനാണ് ശൈത്താൻ കാത്തിക്കണത്. ഇത് ചോദിച്ച് കിട്ടിയിട്ട് വേണം ഓനത് മുതലാക്കാൻ. അപ്പൊ ഓൻ കയറും, ഓനയിമ പിടിക്കും, അങ്ങനെ എന്ത് ചെയ്യും, കൊണ്ടുപോകും. അപ്പൊ അനസ് മുസൈല് പറഞ്ഞ പോലെ എന്താ സുഖല്ലേന്ന് ചോദിക്കുമ്പോ അത് വെച്ച് ഓൻ കളിക്കും, സുഖാണെന്ന് പറയും. പിന്നെ നാളെ പിറ്റേന്ന് വേറെ പാസ് പറയുമ്പോൾ ഒന്നര ചോദിക്കും, ഒന്നര തോന്നിപ്പിക്കും, ഇവരെ വിളിച്ചാൽ മതി. കുറച്ച് കഴിയുമ്പോൾ തോന്നും ഇവരെ ആള് മോശക്കാരനല്ല. അതാണ് അനസ് മുസ്ലിയാർക്ക് പറ്റിയത്. ഇപ്പൊ ലാസ്റ്റ് മൂപ്പര് പറഞ്ഞു ജിന്ന അഭൗതികനാണ്, ഇവിടെ സഹായം അഭൗതികമാണ്, അഭൗതിക സഹായമൊക്കെ കിട്ടും. അപ്പൊ ശിർക്ക് പോയി പെട്ടു. അതാണ് വസിയത്തു ശിർക്ക്, ശിർക്കിലേക്കുള്ള വഴി. അതുകൊണ്ട് അങ്ങനത്തെ ഒരു വഴിയേ നമ്മൾ പ്രവേശിക്കാൻ പാടില്ല. അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജീവിതത്തിൽ ഒരിക്കലും അങ്ങനത്തെ തോന്നലേ നമുക്ക് വേണ്ട, ചോദിക്കാനേ പോണ്ട. ഭൗതികമായ നേരിടുന്ന വിളിയാണോ മനുഷ്യന്മാരെ വിളിക്കാം, അദൃശ്യ മാർഗത്തിലാണോ അള്ളാനെ മാത്രം വിളിക്കാം. അല്ലാത്തൊരു വിളി അതിനടുക്ക് നമുക്കില്ല, അനുവദിക്കപ്പെട്ടിട്ടില്ല. അതന്നെയാണെങ്കിലും ചോദിക്കണമെന്നില്ല. ഏതായാലും നിങ്ങൾ പറഞ്ഞു ജിന്നിനോടുള്ള, അദൃശ്യമായിട്ടുള്ള ജിന്നിനോടുള്ള എല്ലാ വിളിയും ശിർക്കാണ്, മുസ്ലിം ആവട്ടെ കാഫിറാവട്ടെ, അൽഹംദുലില്ലാ. അപ്പോൾ മൂവാറ്റുപുഴ സംവാദത്തിൽ ഇതേ ചോദ്യം ഹനീഫ് കായക്കൊടിയോടും മറ്റും അഹ്സന് ചോദിച്ചപ്പോൾ പറഞ്ഞു ജബ്ബാർ മൗലവിയുടെ ലേഖനത്തിൽ വരികൾ ശിർക്കാണ് എന്ന് പറഞ്ഞു. നിങ്ങൾ അതിനെ ചോദ്യം ചെയ്തു. ഇന്ന് നിങ്ങൾ പറഞ്ഞു ജബ്ബാർമയുടെ ലേഖനമാണെങ്കിലും മറ്റും ശരി, ശിർക്കു തന്നെ. അപ്പൊ ശിർക്കാണ് നിങ്ങൾ ഞാനൊരു ചോദ്യം നേരത്തെ പറഞ്ഞു. ഒറ്റ മിനിറ്റ്, ഞാൻ നിങ്ങൾ പറയുന്നത് കേൾക്കും, എന്റെ ചോദ്യം കേൾക്ക് പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങളോട് ഞാൻ ചോദിച്ചത് ശിർക്കാണോ ശിർക്കല്ലേ? നിങ്ങൾ അതിന് ആ പദം ഉപയോഗിച്ചിട്ട് ശിർക്കാണെന്ന് മൂസന്റെ ചോദ്യത്തിലുണ്ട്, ഉത്തരത്തിലുണ്ട്, പേരോടിന്റെ ശൈലിയാണ് നിങ്ങൾ ചെടുത്തത്. പക്ഷെ ഞാൻ ചോദിച്ചു ഈ വരി ശിർക്കാണെന്ന് നിങ്ങൾ ഇവിടെ വെച്ച് സമ്മതിച്ചില്ലേ? അങ്ങനെയാണെങ്കിൽ ഹാദറും ശബ്ദം കേൾക്കുന്ന പരിധിക്കുള്ളിലോട് ജിന്നുണ്ടെങ്കിൽ എന്നെ സഹായിക്കട്ടെ എന്ന് പറയാൻ ശിർക്കാണോ ശിർക്കല്ലേ? ഇവിടെ കൃത്യമായി മൂസ എന്തിനാ വിളിക്കാൻ പോണത്? ആ ജിന്ന് ഹാദറാണെന്നോ കാതെന്ന് തോന്നി. അതാണ് പറഞ്ഞ ഞമ്മക്കാർക്ക് ഈ കാലം വരെ തോന്നിയിട്ടില്ല ഒരു ജിന്നുണ്ടാകും, ഓ ഹാദറായിട്ടുണ്ടാവും, ഓ കാതറായിട്ടുണ്ടാവും, ഇത് തോന്നിയിട്ടേ ഇല്ല. അൽഹംദുലില്ലാ, ഇതന്നെ പറഞ്ഞ സാക്ഷാൽ പേരോട് പറഞ്ഞത്. ഇതാണ് സാക്ഷാൽ പേരോടിന്റെ ശൈലി. ഇപ്പൊ കണ്ട ഞങ്ങള് ഇതാ പറഞ്ഞത്. അപ്പൊ അന്ന് പേരോടിന് ചോദിച്ചപ്പോ പേരോടിന്റെ മേത്തുള്ള ജിന്ന് അവിടെ ഇങ്ങോട്ട് കയറിയില്ല. നാടകം വളരെ ഉഷാറാ, അൽഹംദുലില്ലാ. അപ്പൊ അങ്ങനെയാണ് വേണ്ടത്. ഇപ്പൊ മനസ്സിലായല്ലോ എവിടേക്കാണ് ഇവരൊക്കെ ബന്ധം എന്നുള്ളത്. നമ്മൾ വിചാരിച്ചവരെ ഉള്ളത് സാക്ഷാൽ മടവൂരിസേ ഉള്ളൂ. ഇപ്പൊ ഖുറാഫീസ് ഉണ്ട്, മനസ്സിലായി. മടവൂരിസം മാത്രമല്ല ഖുറാഫീസ് ഉണ്ട്. ഒക്കെ പോയിക്കോട്ടെ, എല്ലാം പോയിക്കോട്ടെ, ഒന്ന് പോയ ബാക്കി എല്ലാം പോകും. അത് പൊതുവെ ഈ സൈസിന്റെ സ്വഭാവം അത് തന്നെയാണ്. അപ്പൊ ഏതായിരുന്നാലും ഇതാണ് നമ്മൾ പറഞ്ഞത്. ഇവര് കുറച്ച് കാലമായി ഇങ്ങനെ കുറെ സങ്കല്പം ഉണ്ടാക്കി നടക്കുക. എന്നിട്ട് ഓൽക്ക് ഫത്വ കിട്ടണം, എന്നിട്ട് വേണം ഓൽക്ക് ജിന്നിനെ വിളിക്കാൻ. അത് നടക്കൂല.
സലഫികൾ ജീവിച്ചിരിപ്പുള്ള കാലത്തോളം ജിന്നേന്ന് വിളിക്കാൻ വകുപ്പ് നമ്മൾ കൊടുക്കണില്ല. എന്ത് പറഞ്ഞാലും വേണ്ടില്ല, എങ്ങനെ സങ്കല്പിച്ചാലും വേണ്ടില്ല, ജിന്നിനെ വിളിക്കാൻ വകുപ്പ് ഇല്ല. പ്രമാണം അത് അംഗീകരിക്കാത്ത കാലത്തോളം നിങ്ങൾ വിളിച്ചോളൂ എന്ന് അനസ് മുസ്ലിയാർ പറഞ്ഞ പോലെ പറയാൻ നമ്മൾ തയ്യാറല്ല. അവിടെ അങ്ങനത്തെ ഒരു പൂതിയും വേണ്ട. കുറെ എല്ലാ മുഖാമുഖത്തിലും ഇവരിങ്ങനെ വരിക. അപ്പൊ നമുക്ക് മനസ്സിലായി ഇവർക്ക് വലിയ പൂതിണ്ട് ഒന്ന് വിളിച്ചു നോക്കാന്. അതുകൊണ്ട് അങ്ങനത്തെ ഒരു പൂതി ശരിയല്ല, ന്യായമല്ല, വിളിക്കാൻ പാടില്ല, ആ വഴിക്ക് ചിന്തിക്കാനേ പാടില്ല, പ്രാർത്ഥനയും പാടില്ല, അല്ലാത്തതും പാടില്ല, ശിർക്ക് ആയതും പാടില്ല, അല്ലാത്തതും പാടില്ല, എല്ലാം ഒഴിവാക്കുകയാണ്